ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ സംസ്ഥാന ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ ടെസ്റ്റ് ബഹിഷ്കരണം തുടരുന്നു. തിരുവനന്തപുരത്ത് ടെസ്റ്റിന് 2 പേർ എത്തിയതോടെ പ്രതിഷേധമുണ്ടായി. അവിടെ ഡേറ്റ് ക്യാൻസൽ ആയി പോയെന്ന് പറഞ്ഞു. അപ്ലൈ ചെയ്ത് 15 സുന്ദര വണ്ടിയില്ല. പിന്നെ ഇവിടെ വന്ന വണ്ടി കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. അറിയില്ല ഇതിനെ കുറിച്ച്. ഇവിടെ ഇപ്പൊ ഇല്ലല്ലോ, വണ്ടി ഇല്ലെന്ന് പറഞ്ഞു. അവരുടെ ഡേറ്റ് ക്യാൻസൽ ആയി പോയി, ഫോണിൽ മെസ്സേജ് വരുമെന്ന് പറഞ്ഞു. ഇല്ല, അദ്ദേഹത്തിന് ക്യാൻസൽ ആയി പോയെന്ന് പറഞ്ഞു. ഡേറ്റ് എന്റെ ക്യാൻസൽ ആയി പോയി. ഹരീഷൻ തിരുവനന്തപുരത്ത് പറയാം താമസിക്കില്ലെന്ന് പറയും. ഇപ്പോൾ ഇനി എത്ര പേര് ടെസ്റ്റ് വന്നാലും പ്രശ്നപരിഹാരം ഉണ്ടാവാതെ ടെസ്റ്റ് നടക്കില്ല എന്ന് തന്നെയാണ് യൂണിയനുകളുടെ നിലപാട്. ഹാഷ്മി, അങ്ങനെ തന്നെ വേണം കരുതാൻ. അതായത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ ബഹിഷ്കരണം ഇപ്പം 5ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്നും ഇത്തരത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ സമരപ്പന്തലിൽ ഈ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ ആളുകൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഈ ഗ്രൗണ്ടിലേക്കാണ് ഇത്തരത്തിൽ രണ്ടുപേർ എത്തിയിരുന്നത്. ഈ രണ്ടുപേരും ഉടൻ തന്നെ മടങ്ങി പോവുകയും ചെയ്തു. അവരോട് ചോദിച്ചപ്പോൾ നമ്മൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ തരത്തിൽ ഈ ഡേറ്റ് ക്യാൻസൽ ആയതുമായി ബന്ധപ്പെട്ട ആയതുകൊണ്ടാണ് മടങ്ങിപ്പോയത് എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഏതായാലും ഈ സമരം തുടരാൻ തന്നെയാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ തീരുമാനം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയും. കനത്ത പോലീസ് കാവലിലാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. ഒരാളെങ്കിലും എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടെസ്റ്റ് നടക്കും എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഉദ്യോഗസ്ഥർ നമ്മളോട് അറിയിക്കുന്നത്. അതനുസരിച്ചായിരിക്കണം 2 പേർ എത്തിയത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ ഇവർക്ക് ഡേറ്റ് നൽകിയതാണ്, അതനുസരിച്ചാണ് ഇവർ ഇങ്ങോട്ട് എത്തിയത്. പക്ഷേ അവരോട് ചോദിക്കുമ്പോൾ പറയുന്നത് ഇന്നത്തെ ഡേറ്റ് ക്യാൻസൽ ആയെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതിനെ തുടർന്നാണ് മടങ്ങിപ്പോയെന്നുള്ളതാണ്. പക്ഷേ ഈ 2 പേർ എത്തിയപ്പോഴും ഇവിടെ വലിയ സമരം നടന്നു. അവരോട് ഈ പ്രതിഷേധക്കാർ ഈ ടെസ്റ്റിനെത്തിയവരോട് കയർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് മാത്രവുമല്ല, ഈ എത്തിയവർ ഇവരുടെ സമരം പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിയതാണെന്നുള്ള ഒരു ആരോപണം വരെ ഉന്നയിക്കുകയും ചെയ്തു. ഇവർ ഏതായാലും ഈ 13ാം തീയതി സെക്രട്ടേറിയറ്റ് മാർച്ച് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അല്പം മുമ്പാണ് ഇത്തരത്തിലൊരു നാടകീയ സംഭവങ്ങൾ ഇവിടെ അരങ്ങേറിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇവിടെ ഈ മുട്ടത്തറയിൽ ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിയത്. എന്തായാലും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഈ അശാസ്ത്രീയമായിട്ടുള്ള ഈ ഗതാഗത വകുപ്പിന്റെ അല്ലെങ്കിൽ മന്ത്രിയുടെ ഇത്തരത്തിലുള്ള ഈ നിയമങ്ങളൊക്കെ പിൻവലിക്കണം എന്നുള്ള തരത്തിലാണ്. പക്ഷേ ഗതാഗത വകുപ്പ് അതുകൊണ്ടൊന്നും കാര്യമാക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ഇറക്കിയ സർക്കുലർ അനുസരിച്ച് ടെസ്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഗതാഗത വകുപ്പ് കാര്യങ്ങൾ നീക്കുന്നത്. ഹാഷ്മി. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഹരികൃഷ്ണനാണ്.